നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചെറിയ വലിയ വർത്തമാനം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കരകൾ പലതുമറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ചാരിക പാടിയ കവിതകളിൽ നമുക്കും അറിവിൻ പൊന്തൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. കൊച്ചുകിനാവിൻ ചിറകുകളരിയും ലഹരിക്കെതിരായി കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല കവചത്താൽ നവ കേരളമൊന്നിനി നെയ്തിടാം. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. യെസ്, ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഗാനമാണ് ഇത്. ഭദ്രാഹരി എന്ന കൊച്ചുമിടിക്കാണ് കേട്ടോ കവിത എഴുതിയിട്ടുള്ളത്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിനി പ്രവേശനോത്സവത്തിന്റെ ഗാനം എഴുതുന്നത്. യെസ്, ഭദ്രാഹരിയാണ് ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നോടൊപ്പം ഉള്ളത്. ഭദ്ര, വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം. ഓക്കെ, അപ്പൊ മോളെ ന്യൂസിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാ ന്യൂസ് എടുത്തിട്ടുണ്ടെങ്കിലും മോളുടെ ആ ഒരു പേരാണ് എല്ലായിടത്തും തിളങ്ങി നിൽക്കുന്നത്. ഒക്കെ എങ്ങനെയുണ്ട് ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ റെസ്പോൺസ്? എല്ലാവർക്കും വലിയ സന്തോഷം. ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ പെട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഭദ്രക്കുട്ടി അല്ലേ? അപ്പൊ ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ട് ആ ഒരു ഹാപ്പിനെസ് ഒക്കെ? അത്ഭുതമാണ്. അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ്. ഒരുപാട് സന്തോഷം ചേച്ചി. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിനിയുടെ വരികൾ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ഗാനമായിട്ട് വരുന്നത് അല്ലെ? ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഭാഗ്യമാണല്ലേ. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റില്? ഈ ഒരു മൊമെന്റില് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വല്ലാത്ത ഭാഗ്യമാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇപ്പൊ മോളെ കവിതകളൊക്കെ എഴുതാനായിട്ട് ഇഷ്ടമുള്ള ആളല്ലേ? അപ്പോ സ്കൂൾ പ്രവേശനോത്സവത്തിന് വേണ്ടി കവിത എഴുതാനായിട്ടുള്ള ആ ഒരു പ്രചോദനം എന്തായിരുന്നു? കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിന്റെ വെക്കേഷനില് ഒരു വാർത്ത കണ്ടിരുന്നു. സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ വന്നൊരു വാർത്ത കണ്ടിരുന്നു. പ്രവേശനോത്സവ ഗാനത്തിന് രചനകൾ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കണ്ടിരുന്നു. അപ്പോ അതിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രം ഉൾപ്പെടുത്തിയ രചനകൾ ക്ഷണിച്ചുകൊണ്ടായിരുന്നു വാർത്ത വന്നത്. അപ്പൊ അത് കണ്ടപ്പോ എഴുതിയാലോ എന്ന് തോന്നി. അപ്പൊ എന്നാണ് ഈ ഒരു ഗാനം എഴുതി തുടങ്ങിയത്? എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ഗാനം രചിച്ചത്? ആ വെക്കേഷൻ ആണെന്ന് ഓർമ്മയുണ്ട് വെച്ച് കൃത്യമായിട്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 2 ദിവസം കുറച്ച് നേരം 2 ദിവസമായിട്ട് എടുത്ത് എഴുതി. ഈ ഒരു പാട്ട് പാടിയത് ആരായിരുന്നു? ഈ പാട്ട് പ്രശസ്ത ഗായകനായ അൽഫോൺസ് ജോസഫാണ്. അദ്ദേഹമാണ് ചെയ്തത്. അപ്പം മോളെ എഴുത്തിനോട് എപ്പോൾ മുതലാണ് ഈ ഒരു താല്പര്യം വന്നു തുടങ്ങിയത്? കവിതകൾ എഴുതണം അല്ലെങ്കിൽ എഴുത്തിലേക്ക് കടക്കണം എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിലാണ്. അപ്പോ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി തുടങ്ങുകയായിരുന്നു ആ ഒരു സമയത്ത്? അതെ, അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ മോളെ ഇപ്പം കവിതകൾ എഴുതുന്ന സമയത്ത് പ്രചോദനമായിട്ടുള്ള കവികൾ ഒരുപാടുണ്ടാകുമല്ലോ. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാണ്? അങ്ങനെ പറഞ്ഞാൽ ഇപ്പോ മലയാള കവിതയിലാണെങ്കിലും ഒരുപാട് പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റും ഇഷ്ടമുള്ളത്. എങ്കിലും കുമാരനാശാന്, സുഗതകുമാരി ടീച്ചർ, വൈലോപ്പിള്ളി, ഇതൊക്കെ ഇഷ്ടമുള്ള കവികളാണ്. മോളെ ഏതൊക്കെ തരത്തിലുള്ള കവിതകൾ എഴുതാനായിട്ടാണ് കൂടുതൽ താല്പര്യം? എനിക്ക് പൊതുവെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള വിഷയം പരിസ്ഥിതിയാണ്. പിന്നെ വൃത്തം, താളം അങ്ങനെയൊക്കെ അടിസ്ഥാനമാക്കി എഴുതാനാണ് ശ്രമിക്കാറുള്ളത്. യെസ്, വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം. ചെറിയ വലിയ വർത്തമാനത്തിൽ കൂടിയുള്ളത് RJ അനാമികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ എന്റെ കൂടി ഒരു കൊച്ചുമിടുക്കിയുണ്ട്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം എഴുതിയിരിക്കുന്നത് ഈ ഒരു കൊച്ചുമിടുക്കിയാണ്. യെസ്, ഭദ്രാഹരിയാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭദ്രക്കുട്ടിയോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇപ്പൊ മോളെ പ്രവേശനോത്സവത്തിന് വേണ്ടി കവിത
എഴുതുന്നു എന്നറിഞ്ഞപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷമായി കാണുമല്ലോ. അപ്പോൾ അധ്യാപകരിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു, എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ആദ്യം അച്ഛനെ അമ്മയും പാടി കേൾപ്പിച്ചു. ഓക്കെ. പിന്നെ ഞങ്ങളുടെ മലയാളം ടീച്ചറായിരുന്ന ജലശ്രീ ടീച്ചർക്ക് അയച്ചു കൊടുത്തു കവിത. അപ്പോ ഇതൊരു പ്രവേശനോത്സവ ഗാനത്തിനായിട്ട് അയക്കുകയല്ലേ, അന്നേരം ടീച്ചറിന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അയക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ടീച്ചറിനോട് ചോദിച്ചിട്ട് അയച്ചതേ ഉള്ളൂ, കൂടുതൽ ആരോടും പറഞ്ഞില്ല അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷമായല്ലോ, കാരണം നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാന്ന് പറയുന്നത് ആദ്യമായിട്ടാണല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ മോളെ, യമുന നദിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കവിത എഴുതിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ജലാശയ പ്രാധാന്യമായിരുന്നല്ലോ കവിതയുടെ ഇതിവൃത്തം. ആ ഒരു കത്തിന് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ മറുപടിയും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കവിതയെ കുറിച്ചൊന്ന് പറയാമോ? ആ കവിത ഞാനത് എഴുതുന്നത് മോഡൽ എക്സാമിന്റെ സമയത്താണ്. 10ാം ക്ലാസ്സിലെ മോഡലിന്റെ സമയത്തായിരുന്നു. അപ്പോ ഡൽഹിയിലെ ഭരണമാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യമുനാ നദിയുടെ മലിനീകരണത്തെ കുറിച്ചുള്ള ഒരുപാട് ന്യൂസുകൾ ടിവിയിൽ കണ്ടിരുന്നു. വിഷപ്പതയും ഒക്കെയുള്ള ന്യൂസുകൾ കണ്ടിരുന്നു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോ വളരെ മോശമാണ് യമുനാ നദീജലത്തിന്റെ സാഹചര്യം എന്ന് മനസ്സിലായി. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഒരുപാടധികം മാലിന്യം യമുനാ നദിയിലുണ്ടെന്ന് മനസ്സിലായി. അതിനകത്ത് ഓക്സിജൻ കണ്ടന്റ് വരെ വളരെ കുറവാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളും ഒക്കെ ആ സമയത്ത് തന്നെ ഇറങ്ങിയിരുന്നു. അപ്പം ഇത് കണ്ടപ്പോ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അങ്ങനെയാണ് ആ കവിത എഴുതിയത്. ആ കവിത ഒന്ന് രണ്ടുവരെ ഒന്ന് പാടാമോ? പാടാം. ധന്യമാമൊരു മൗന തപസ്സിന്റെ പുണ്യമായുർവിയിൽ വന്ന വാഹിനി, സൂര്യപുത്രി കലിന്ദ ശൈലത്തിന്റെ ഹൃതിയിൽ വാത്സല്യ തീർത്ഥം നിറച്ചു നീ, തിരകളിൽ ചിന്നിയൊഴുകി അഭൗമമാം പ്രഭവിടർത്തുമാ സൗന്ദര്യധാരയെ, അചലപുത്രിയാം കാളിന്തി എന്നു പേരോതിയല്ലോ വിളിക്കുന്നു ദിക്കുകൾ. നല്ല രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ, നമുക്ക് ആ ഒരു ഫീൽ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. എഴുത്തിനപ്പുറം മറ്റേതെങ്കിലും കലയോട് ഇഷ്ടമുണ്ടോ? ഇപ്പൊ അല്ലാത്ത പാട്ടുകളൊക്കെ പാടാനായിട്ട് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഡാൻസ്, അഭിനയം അതിലേക്കൊക്കെ പോകാനായിട്ട് താല്പര്യമുണ്ടോ? പാട്ട് ഇഷ്ടമാണല്ലേ? ബാക്കി ഡാൻസ്, അഭിനയം അതിലേക്കൊക്കെ പോകാനായിട്ട് താല്പര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് താല്പര്യം. അല്ലാതെ സിനിമയിലൊക്കെയുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. എന്നാ ഒരു ഇഷ്ടമുള്ള ഒരു സിനിമയിലെ ഒന്ന് പാട്ട് പാടാമോ? അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി അതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. നല്ല രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. പഴയ പാട്ടുകളോടാണോ താല്പര്യം കൂടുതൽ? അതെ, പഴയ പാട്ടുകളോടാണ്. ദാസേന്റെ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം, അതോ വേറെ പാട്ടുകാരൊക്കെ ഇഷ്ടമാണോ? അതെ അതെ, ഇഷ്ടമാണ്. ഓക്കെ. അപ്പം മോളെ, നമ്മുടെ ഏതൊരു വിജയത്തിന് മുമ്പിലും വീട്ടുകാരുടെ അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും കയ്യൊപ്പുണ്ടായിരിക്കും അല്ലേ? ഇപ്പോ വീട്ടുകാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? അച്ഛന്റെ അമ്മയുടെയും നല്ല സപ്പോർട്ട് മുതലേ. ഞാന് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ കളിക്കൊടുക്കാം, മിന്നാമിന്നി പോലെ ഒന്നും രണ്ടും അല്ല ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് കൊണ്ടുതരുമായിരുന്നു. വായിച്ചായിരുന്നു. നല്ല വോയിസ് മോഡുലേഷനിൽ നമുക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിൽ കഥകളും പാട്ടുകളും ഒക്കെ വായിച്ചു തരുമായിരുന്നു. പിന്നെ അച്ഛന് സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ എനിക്ക് തന്നെ വായിക്കേണ്ടി വന്നു, അച്ഛനെ പഠിച്ചു തുടങ്ങിയപ്പോ. അങ്ങനെയാണ് വായനയിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. പിന്നെ പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് തരുന്നതിലും അച്ഛനും അമ്മയും ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഒരു വായനാശീലമുള്ള ഒരാളായിട്ട് വളരണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, ഉണ്ടായിരുന്നു. വായനയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ ഞാൻ കവിതകൾ എഴുതി തുടങ്ങിയപ്പോഴേ അത് പാടി കേൾപ്പിക്കുമ്പോ കേൾക്കാൻ സമയം കണ്ടെത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് വായനയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഭദ്രയ്ക്ക് തോന്നാറുണ്ട്? എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ വായനയ്ക്ക്? ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വായനയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. നമ്മള് ജീവിച്ചിട്ടില്ലാത്ത ചുറ്റുപാടുകള്, സാഹചര്യങ്ങള്, നമുക്കറിയാത്ത കഥാപാത്രങ്ങൾ, അവരുടെ മാനസികാവസ്ഥകൾ, ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടും.
സ്നേഹമായാലും സഹാനുഭൂതിയായാലും. അപ്പൊ അങ്ങനെയുള്ള വാല്യൂസ് തന്നെയാണ് ഒരാളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നത്. വായന കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് അക്രമങ്ങളും ഒക്കെ കൂടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാല്യൂസ് കിട്ടാൻ മാർഗമില്ല. സ്വന്തം അനുഭവങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുമ്പോഴാണ് അങ്ങനത്തെ മോശം പ്രവണതകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വായനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ സ്കൂളുകളിൽ തന്നെ കൂടുതൽ വായനയുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടികൾ ആ ഒരു മേഖലയിലേക്ക് തിരിയാനായിട്ടും വായനാശീലമുള്ളവരായിട്ട് വളരാനായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ എന്തൊക്കെ തരം ആക്ടിവിറ്റീസ് ആണ് ഇനി സ്കൂളുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഭദ്രയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ ഇനി കൊണ്ടുവരണം വായനയുമായിട്ട് ബന്ധപ്പെട്ട്? എന്റെ ഒരു അഭിപ്രായത്തില് ബാലപ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഏതിന്റെ ആയാലും മനോരമയുടെ ആയാലും മാതൃഭൂമിയുടെ ആയാലും പലതരം പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ. ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ക്ലാസ്സിനെന്ന് വെച്ചാൽ അത് ലഭ്യമാക്കിയിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ ചിത്രകഥകളും പാട്ടുകളും ഒക്കെയുള്ള പുസ്തകങ്ങളാവുമ്പോൾ വായിക്കാൻ ഒരു താല്പര്യം വരും. പിന്നീട് നല്ല നല്ല പുസ്തകങ്ങളെ പറ്റി ക്ലാസ്സിലെ ചർച്ചകൾ സംഘടിപ്പിക്കുക, വായനക്കുറിപ്പുകളുള്ള മത്സരങ്ങൾ, ഇതൊക്കെ നല്ല ആക്ടിവിറ്റീസ് ആണെന്ന് തോന്നുന്നു. നോവൽസ് ഒക്കെ വായിക്കാറുണ്ടോ? ഏത് ജോണറിലുള്ള നോവൽ വായിക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പറയാനാണെങ്കിൽ കുറെ പേരുകളുണ്ട്. ഇതിലും രണ്ടാമൂഴം വളരെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. പിന്നെ ബാലനോവലുകൾ എടുക്കുകയാണെങ്കിൽ ഉണ്ണിക്കുട്ടന്റെ ലോകം, സ്വാമിയും കൂട്ടുകാരും, ഇതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒന്നാണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ഭാവിയിലെ എഴുത്തുകാരി എന്ന ആ ഒരു നിലയിലേക്ക് പോകാനായിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലേക്ക് തിരിയാനായിട്ട് താല്പര്യമുണ്ടോ ഭദ്രക്കുട്ടിക്ക്? എനിക്ക് മലയാളം അധ്യാപികയാവാൻ ആഗ്രഹമുണ്ട്. അതിന്റെ കൂടെ എഴുത്തുകൂടി നല്ലതായിരുന്നു അല്ലേ? KR മീരയെ പോലെയുള്ള ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ സുഗതകുമാരിയെ പോലുള്ള ഒരു എഴുത്തുകാരി ആകണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ചോദിച്ചാല് തന്റേതായ ശൈലിയിൽ എഴുതുന്ന അല്ലേ? അപ്പൊ മോളെ, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോണിലൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മളെല്ലാവരും കാണാറുള്ളത്. കൂടുതലും അവർ ഫോണിലാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. വായിക്കാനായിട്ടുള്ള സമയങ്ങൾ വളരെ ഫോണിലൂടെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ രചനാ മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാനായിട്ട് പറ്റുക? ഒന്ന്, കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എഴുതിയാൽ നന്നാവില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊരു ചിന്ത എല്ലാ കുട്ടികൾക്കും കാണും. അപ്പോ അവർക്ക് ആത്മവിശ്വാസം നൽകാൻ നമ്മുടെ അധ്യാപകർക്കാണ് പറ്റുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ എന്റെ സ്കൂളിലൊക്കെ തന്നെ ആയാലും കുട്ടികളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ കണ്ടുപിടിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ടീച്ചേഴ്സ് ശ്രമിക്കാറുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ ഈ ഒരു പ്രവേശനോത്സവത്തിന്റെ ആ ഒരു സന്തോഷ ഘട്ടത്തിലാണല്ലോ ഭദ്രക്കുട്ടിയും ഫാമിലിയും ഒക്കെ. അതെ. എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു മൊമെന്റ് ജീവിതത്തിൽ വരും, അല്ലെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കപ്പെടുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രിക്ക് വരെ കവിത അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ശ്രദ്ധയിൽപ്പെടുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല ചേച്ചി. നമ്മൾ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ, ശ്രദ്ധയിൽപ്പെടുമെന്ന് ചിന്തിച്ചതുപോലുമില്ല. ഇനിയും കൂടുതൽ കവിതകൾ തന്നെ എഴുതാനായിട്ടാണോ താല്പര്യം, അല്ലെങ്കിൽ നോവലുകളിലേക്ക് കടക്കണോ, മറ്റു കുറച്ചുകൂടെ ഹൈടെക് ആയിട്ടുള്ള ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ, അതോ കവിതകൾ മാത്രം എഴുതാനായിട്ടാണോ താല്പര്യം? എല്ലാം കുറച്ചുകൂടെ വെച്ചിട്ട് എഴുതാണല്ലേ? ഓരോ കുറച്ച് കവിതകള്, കുറച്ച് നോവലുകള്, അങ്ങനെയല്ലേ? ശ്രമിച്ചു നോക്കാറുണ്ട്. മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒരു നോവൽ എഴുതാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇന്ന കഥയെ പറ്റി എനിക്കൊന്ന് എഴുതിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ? കവിത എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? ഇനി അടുത്തത് ഇന്നൊരു പ്രമേയത്തെ പറ്റി എഴുതണം എന്ന് ചിന്തിക്കാറുണ്ടോ? പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് എഴുതണമെന്നൊരു ചിന്തയുണ്ട്. ആ കവിതയുടെ ഒരു പണിപ്പുരയിലാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെ. പണ്ടത്തെ ഇപ്പൊ എന്താ പറയാ, എഴുത്തുകാരും അതുപോലെ ഈ കവികളും ഒക്കെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അവര് കവിതകൾ എഴുതുന്ന, അല്ലെങ്കിൽ അവർക്ക് ആശയം കിട്ടുന്നത് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ആശയങ്ങൾ വരിക എന്നുള്ളത് ചില കവികളൊക്കെ പറയാറുണ്ട്. ഭദ്രക്കുട്ടിക്ക് എങ്ങനെയാണോ? ഇപ്പൊ ഒരു കവിത എഴുതണമെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്നാൽ മാത്രമേ കവിത എഴുതാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് തിരക്കുള്ള ഒരു സ്ഥലത്ത് പോയിരുന്നാലാണോ ആശയങ്ങൾ വരിക? എങ്ങനെയാണ് ആശയങ്ങൾ ബിൽഡ് ചെയ്യുന്നത്? അത് ചേച്ചി ആദ്യം പറഞ്ഞാല് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് എഴുതാനാണ് കംഫർട്ട്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ആലോചിക്കാം, ടെൻഷൻ ഇല്ലാതിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുതാൻ പറ്റും. ഇപ്പോഴും കുറെ കുട്ടികൾക്ക് കവിതകൾ എഴുതാനായിട്ട് താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അവരെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ലൈഫിൽ നിന്നുള്ള ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, ഇനി വളർന്നു വരുന്ന കവികൾക്ക് അല്ലെങ്കിൽ കുഞ്ഞു കവികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്തായിരിക്കും ഭദ്രയുടെ ഭാഗത്തു നിന്നും? ധാരാളം വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. വായനയിലൂടെയാണ് നമുക്ക് എഴുതാനുള്ളൊരു പ്രേരണ കിട്ടുന്നത്, ഭാവന വളർന്നു വരുന്നത്, വാക്കുകൾ കിട്ടുന്നത്. അതുപോലെ
നമ്മൾ എഴുതി കഴിഞ്ഞ് നമ്മുടെ അധ്യാപകര്, അച്ഛനമ്മമാര് ഇവരെയൊക്കെ കേൾപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടും. അതായത് ഇത്രയും ഇതിന്റെ സൈസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ടോണിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള കവിതകളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ടോണിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ, പല നിർദ്ദേശങ്ങളും ഒക്കെ തരാൻ കഴിയും ടീച്ചേഴ്സിനും അച്ഛനമ്മമാർക്കും ഒക്കെ. ഓക്കെ, അപ്പോൾ പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, നല്ല രസമായിട്ട് തന്നെയാണ് പാടിയത്. അപ്പോൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടായിരുന്നു. SSLCയുടെ തിരക്കായിട്ട് നിർത്തി വെച്ചേക്കാണ്. ഇപ്പൊ കലോത്സവത്തെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പം സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന കലോത്സവത്തില് 8ലും 9ലും A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കവിതാർജന A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം, ആ ഒരു മൊമെന്റ്. കലോത്സവം വളരെ കളർഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആർക്കായാലും. നമ്മുടെ ഒരു പ്രോഗ്രാം മാത്രമല്ല, ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഇതാണ്. പിന്നെ കലോത്സവത്തിലെ കവിതാർജനയ്ക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകത, 2 മണിക്കൂർ നമുക്ക് കൃത്യസമയം തരും. നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കിട്ടും. ഇപ്പൊ സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നാളെയാണ് സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനോത്സവം അല്ലേ? അപ്പോൾ ഭദ്രയുടെ ഗാനം സ്കൂളുകളിലൊക്കെ മുഴങ്ങുന്നത് കാണാൻ ആകാംക്ഷയോടെ കാതോർത്തിരിക്കുകയാണ് സഹപാഠികളും കുടുംബവും ഒപ്പം ഞങ്ങളും. അപ്പോൾ ഭാവിയിലെ മികച്ച ഒരു എഴുത്തുകാരിയാകാനായിട്ട് സാധിക്കട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ടാ. സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വിശേഷങ്ങൾ പങ്കുവെച്ചതിലും നമ്മുടെ സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി മികച്ച ഒരു എഴുത്തുകാരിയാകാനായിട്ട് ഭാവിയിൽ സാധിക്കട്ടെ, ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കാണ് കേട്ടോ. ചെറിയ വലിയ വർത്തമാനം.